ദേ റൈസ് പേപ്പർ കൊണ്ടുണ്ടാക്കുന്ന ഒരു റെസിപ്പി ഞാൻ കാണിച്ചു തരട്ടെ. റൈസ് പേപ്പർ ഞാൻ കഴിഞ്ഞ ദിവസം ഫോറം മാളിൽ പോയപ്പോൾ ഞാൻ വാങ്ങിയതാണ്. റൈസ് പേപ്പർ നല്ല തിന്നായിട്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടെന്ന് ഉള്ളത് മനസ്സിലാവും. ഇങ്ങനത്തെ എന്തെങ്കിലും റെസിപ്പി ഈ ചൈനീസിൻ്റെയും ചൈനക്കാരുടെയും പിന്നെ വിയറ്റ്നാം അവിടെയുള്ളവരൊക്കെ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. ഇതിനകത്ത് അവർ പോർക്ക് ചെമ്മീനൊക്കെ വെക്കും. ഞാൻ ഇതിനകത്ത് ഇത്തിരി ചിക്കനും വെജിറ്റബിൾസും ഒരു മുട്ട വറുത്തതുമാണ് ഇതിനകത്തോട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് സംഭവം കേട്ടോ. ഈ ഒരു പേപ്പർ നൈസായിട്ടുള്ളൊരു പേപ്പറാണേ. അപ്പോൾ അതിന് വേണ്ടത് ഞാനിപ്പോൾ ചിക്കൻ വേവിക്കാനായിട്ടാണ് ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. അതിനകത്തോട്ട് ഇച്ചിരി കുരുമുളക് പൊടിയും ഇത്തിരി ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി അതിനകത്തോട്ട് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലില്ലാത്ത ചിക്കൻ്റെ പീസ് ഇത് നൈസായിട്ട് അരിഞ്ഞതാണേ. അപ്പോൾ അതും കൂടി അതിനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണേ. അതും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വേവട്ടെ. ചിലർ ഒരുപാട് വറുത്തിട്ട് ചെയ്യും. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ടാണ് വറുക്കണത്. അപ്പോൾ ഈ വെള്ളം ആ ചിക്കൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ആ ചിക്കൻ്റേതായ ഒരു ടേസ്റ്റ് ആ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയാണ്. എന്നിട്ട് ആ പച്ചക്കറികൾ അതിനകത്തോട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ക്യാരറ്റ് ഒരു ചിരികോളം ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞതും നീളത്തിലാണ് കേട്ടോ. ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാബേജ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. ഒരുപാട് വേവാനല്ല, ജസ്റ്റ് ഇതൊന്ന് ഇട്ടിട്ട് ഒരു മിനിറ്റോളം അതൊന്ന് തിളച്ചാൽ മതി. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കത് മാറ്റാം. ഒരു ഇച്ചിരി പേരിന് ഒരിത്തിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കേണ്ട, ഒരു സ്പൂണോളം മതി. എന്നിട്ട് ഇതൊന്ന് ഒരു മിനിറ്റ് ഇട്ടിട്ട് ഒരു മിനിറ്റോളം ഒന്ന് തിളച്ചാൽ മതി. നല്ലോണം ഒന്ന് വെട്ടി തിളച്ചാൽ മതി. ഇതൊരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, ഒരു 2-3 വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചതാണ്. അതിനകത്തോട്ട് സോസിന് വേണ്ടതാണ് കേട്ടോ ഈ ചെയ്യുന്നത്. ഒരിത്തിരി സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്, ഒരിത്തിരി ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. 2 സ്പൂണോളം സോയാ സോസ്, 1 സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് മിക്സ് ചെയ്യണം. കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചേക്കുന്നത്. ഒരു 2-3 നുള്ളോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് എനിക്ക് ആ ഒരു കണക്കറിയാം. സോസിലൊക്കെ എന്തായാലും ഉപ്പുണ്ടാവും. അപ്പോൾ ഇത് ഡിപ്പ് ചെയ്ത് കഴിക്കാനുള്ളൊരു സോസാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. എന്നിട്ടൊരു 3-4 സ്പൂണോളം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് ഞാൻ അടുപ്പത്തോട്ട് വെച്ചേക്കണേണ്. അടുപ്പത്തോട്ട് വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുറുകിയാൽ മതി. ഒരുപാട് അങ്ങോട്ട് കുറുകണ്ട, ഒന്ന് കുറുകണം. സോസിൻ്റെയൊക്കെ ഒരു ഇതിൽ ഒരുപാട് ടൈറ്റും അല്ല, എന്നാൽ ഒരുപാട് തിന്നും അല്ലാത്ത രീതിയിൽ ഈ ഒരു പാകത്തിന് ഞാൻ ആ സോസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിന് മതി. പിന്നെ ഇതിനകത്തോട്ട് മുട്ട വറുത്ത് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു മുട്ട ഇച്ചിരി കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വെട്ടി എടുക്കുന്നുണ്ട്. നമ്മൾ മുട്ട ഓംലേറ്റൊക്കെ എടുക്കത്തില്ലേ, അതിന് വേണ്ടിയാണ്. ഇപ്പം ഞാനൊരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് ഇതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ആ ചിക്കൻ നമ്മൾ ആദ്യം വേവിച്ച ചിക്കൻ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ആയപ്പോഴേക്കാളും കളറൊന്ന് ഒരുപാട് അങ്ങനെ മാറണ്ട കേട്ടോ, ഒരുപാട് ഫ്രൈയും ആക്കണ്ട. എന്നിട്ട് അതൊന്ന് മാറി വന്നപ്പോഴേക്കാളും ആ പച്ചക്കറി വേവിച്ചില്ലേ, ആ വേവിച്ചതും കൂടി അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അത് ആ സൺഫ്ലവർ ഓയിലിൽ കിടന്നതൊന്ന് ജസ്റ്റ് ഒന്ന് വാടാൻ വേണ്ടി മാത്രം. ഞാൻ പറഞ്ഞില്ല അധികം ഒരുപാട് അങ്ങോട്ട് വേവിച്ചെടുക്കണ്ട. എന്നിട്ട് അത് ഞാൻ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് ആ പാനിൽ തന്നെ ഒരു മുട്ട കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ട് വെട്ടിയിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഒരുപാട് നൈസാക്കി എടുക്കണ്ട. ഈ ഒരു പാകത്തിന് മതി. ഒരു മുട്ട മതി, ഒരുപാടൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാറുണ്ട്. ഇതാണ് ആ റൈസ് പേപ്പർ എന്ന് പറയുന്ന സംഭവം കേട്ടോ. നല്ല തിന്നായിട്ടിരിക്കുന്നതാണ്. ഇതൊരു 10-12 എണ്ണം ഒരു പാക്കറ്റിലുണ്ടാവും. ഞാൻ നൈസ് ചൂടുവെള്ളം, ഒരുപാട് അങ്ങനെ ചൂടല്ല, ഞാനത് ഒഴിച്ച് കഴിഞ്ഞപ്പോഴേക്കാളും ആ പരന്ന് വന്നേക്കാളും ഇത്തിരിക്കോളം വെള്ളത്തിൽ ഒരു പ്ലേറ്റിൽ ആ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ റൈസ് പേപ്പർ അതിനകത്തോട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചൂട് വേണമെന്നില്ല, നേരിയ ചൂട്, നമുക്ക് കൈ മുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ചൂട് മതി. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കണ്ട. ഇത് പെട്ടെന്ന് തന്നെ ഇതൊന്ന് കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പം നോക്കി വേഗം തന്നെ ഇത് ചെയ്തെടുക്കണം കേട്ടോ. വേറെ ഒന്നല്ല, ഇത് പെട്ടെന്ന് തന്നെ അത് കുതിർന്ന് പോകും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പുറത്ത് തന്നെ വേറൊരു പ്ലേറ്റ് നമ്മൾ വേഗം തന്നെ ഇത് വെക്കുക. ഇതങ്ങനെ കുതിർന്ന് വരുമ്പോൾ തന്നെ ഇതെല്ലാം അതിനകത്തോട്ട് ഫില്ല് ചെയ്യാനുള്ളതാണ്. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫില്ല് ചെയ്യുക. കണ്ടോ, നല്ലോണം തന്നെ കുതിർന്നേക്കണം. കണ്ടോ, ഇത് ഞാനത് പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഇതിനകത്തോട്ട് നമ്മൾ ചിക്കനും വെജിറ്റബിൾസും വേവിച്ചില്ലേ, അത് ആദ്യം വെച്ച് കൊടുക്കുക.
നടുക്ക് സെൻറ്ററിലായിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇണക്കം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ചെയ്ത് കൊടുത്തോ. എന്നിട്ട് ആ ചിക്കനും കൂടി അതിനകത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കനും കൂടി വെച്ച് കൊടുത്തിട്ട് ആ മുട്ടനെ ഞാൻ ആ നീളത്തിൽ ഇങ്ങനെ നീളത്തിലാക്കി മുറിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ആ മുട്ടയും കൂടി അതിനകത്തോട്ട് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസും എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മുട്ടയും കൂടി ഞാൻ അതിനകത്തോട്ട് വെച്ചിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിച്ച് പോകും കേട്ടോ. അപ്പം നോക്കി ചെയ്താൽ മതി. വേറെ ഒന്നുമല്ല, ഇത് നമ്മൾ അമർത്തേ ഒന്നും വേണ്ട. സംഭവം കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ പണി. എന്നിട്ട് ഇണക്കം പോലെ അതിനൊന്ന് അപ്പുറം സൈഡും കൂടി ഒന്ന് റോൾ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇങ്ങനെയാണ് ഈ പേപ്പർ റോള് ഞാൻ ചെയ്യണം കേട്ടോ. ഇത് എനിക്കിതിങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടു ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാനങ്ങനെ ഈ റൈസ് പേപ്പർ വാങ്ങിയത് രണ്ടാമത്തെയും കൂടി ഞാനങ്ങനെ ചെയ്യണം. അപ്പോൾ റൈസ് പേപ്പർ വാങ്ങിയിട്ട് അങ്ങനെ എൻ്റെ രീതിക്ക് ഞാൻ ചെയ്തതാണ്. ഇത് പച്ചക്കാണ് അവരിത് ചെയ്യണത്. എനിക്ക് തോന്നുന്നു ചിക്കനൊക്കെ ഒന്ന് വേവിക്കായിരിക്കും, ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് പച്ചക്കായിരിക്കുമല്ലോ അവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാനങ്ങനെയല്ല, ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ തന്നെ ഇങ്ങനെ മുട്ടയും കൂടി ചെയ്തിട്ടുണ്ട്. ചിലവർ നൂഡിൽസ് വെച്ച് കൊടുക്കും, അവരുടെ ചൈനീസ് നൂഡിൽസ് ഇല്ലേ, നൂഡിൽസ് വെച്ച് കൊടുക്കും. വേണമെന്നുണ്ടെങ്കിൽ റൈസ് വെച്ച് കൊടുക്കും. അങ്ങനെയൊക്കെ എന്തൊക്കെയോ ചെയ്യാനുണ്ട്. പക്ഷേ ഇതും എനിക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാനിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇണക്കം പോലെ അത് നല്ലോണം തന്നെ കണ്ട തൊടുമ്പോൾ തന്നെ അതങ്ങനെ ഒട്ടിപ്പിടിച്ച് പോകും. നല്ല വലിഞ്ഞും കിട്ടുന്ന രീതിക്കാണേ, ഒട്ടിപ്പോവും. പിന്നെ നമുക്കത് എടുക്കാൻ പറ്റത്തില്ല. അപ്പം നോക്കി ഒന്ന് ചെയ്താൽ മതി. അപ്പം ഞാനങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 3-4 എണ്ണത്തോളം ഞാനങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ പിള്ളേർക്ക് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ പിള്ളേർക്ക് അത് ഇഷ്ടമായി. അപ്പം ഞാൻ പിന്നെയും ഇതുണ്ടാക്കി കൊടുത്തു. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ഇതിനകത്ത് ചെമ്മീൻ പ്രോൺസൊക്കെ വെച്ചിട്ടുണ്ടാക്കി. അപ്പോൾ പിള്ളേർക്കത് വലിയ താല്പര്യമില്ല, എന്താണ് ഉപ്പിൽ കഴിക്കുന്നതല്ലേ ഉള്ളൂ ചെമ്മീൻ. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്നാൽ പ്രോൺസ് വെക്കണ്ട, ചിക്കൻ വെച്ച് ചെയ്തു തരാമെന്നും പറഞ്ഞ് ഞാൻ ചെയ്ത് കൊടുത്തത്. നമ്മളൊരു സോസ് ഉണ്ടാക്കിയില്ലേ, ആ സോസ് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കണം. നമ്മൾ ഈ ചിക്കനൊക്കെ കഴിക്കണ പോലെ ആ ഒരു സോസ് ആ സോസും എൻ്റെ ഇണക്കിന് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. സംഭവം റെഡിയായി. ഇത്രേ ഉള്ളൂ പണി. ഞാൻ ആ പച്ചക്കറി വേവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ആൾക്കാർക്ക് കഴിക്കുമ്പോൾ പറയും അത് പച്ചയാണോ അരച്ചാണെന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെന്നുള്ളൂ കേട്ടോ. സോസാണെങ്കിലും സോസിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഓൾറെഡി അതിനകത്ത് മധുരവും ഉപ്പും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിനകത്ത് ഒരു ഇച്ചിരി പൊടിക്ക് വെള്ളം ചേർക്കണം. 3-4 സ്പൂണോളം വെള്ളം ചേർത്തിട്ട് വേണം കേട്ടോ. ഇവക്ക് നേരത്തെയും ഇഷ്ടമായാണ്. അപ്പോൾ ഇവരുടെ ഇതിന് വേണ്ടിയാണ് ഞാൻ അതിനകത്ത് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ സംഭവം ഞാനിത് മാളിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ആ ഒരു പേപ്പർ ഭയങ്കര സ്റ്റിക്കി പോലെ ഇരിക്കും, ഇങ്ങനെ വലിഞ്ഞങ്ങോട്ട് പോരുവേ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് മാളുകളിൽ ഈ പേപ്പർ കിട്ടത്തുള്ളൂ. കിട്ടണമെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.